അസ്സലാമലൈക്കും. കുറേ നേരം ഇരിക്കണേ. തലയില്ല അവിടെ സൈക്കിൾ ഒതുക്കിയിട്ട് ഇവിടുന്ന് ഡ്യൂട്ടിക്ക് കയറാന്ന് വിചാരിക്കും. ഹായ് ഹലോ. അപ്പോൾ 2024 ലാസ്റ്റ് 31 തീയതി നൈറ്റ് നമ്മൾ ഒരു ട്രിപ്പ് പോവാണ് ദോഹയിലേക്ക്. റൂമിൽ നിന്നാണ് പലരും ഉറങ്ങുന്നുണ്ട്. അവിടെ ഇപ്പത്തും അപ്പുറത്തൊക്കെ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇറങ്ങണം. ഓക്കെ. അജേ എന്താ സുഖല്ലേ? അപ്പൊ ഇത് ഞാൻ ഖത്തറിൽ വർക്ക് ചെയ്തിരുന്ന എൻ്റെ കമ്പനിയുടെ ഓഫീസ് കേട്ടാ. അവിടുന്ന് വെള്ളമൊക്കെ ഫില്ല് ചെയ്തിട്ട് അവിടെ ഉള്ളവരോടൊക്കെ ഒരു ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞ് വിഷ് ചെയ്തിട്ടാണ് ഞാൻ നേരെ ദോഹയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കണത്. അപ്പൊ എല്ലാവരുടെ അടുത്തും ഹാപ്പി വിഷസ് ഒക്കെ പറഞ്ഞിട്ട് നമ്മളിവിടുന്ന് ഇറങ്ങാണ് കേട്ടാ. കട്ടർ റൂട്ടിൽ കൂടെ ഇങ്ങനെ നടന്നു പോകണം. ആ ലൈറ്റ് കാണുന്ന ഭാഗത്താണ് നമ്മുടെ സ്റ്റാർട്ടിങ് വരുന്നത്. സ്റ്റാർട്ടിങ് അവിടെ നിന്നല്ല, അതിൻ്റെ അപ്പുറത്താണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഇൻഡസ്ട്രിയൽ ഏരിയ ഭാഗത്തുനിന്ന് സൈക്കിൾ ട്രാക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗമാണ് നമ്മളത്. ശരിക്കും ഇവിടെ തൊട്ടിട്ട് എനിക്ക് കോർണിഷിക്ക് ഏകദേശം ഒരു 37 കിലോമീറ്ററോളം കിട്ടും. 37-40 കിലോമീറ്റർ കിട്ടും. ദോഹ പോർട്ടിൻ്റെ ഭാഗത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 50 കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങോട്ട് പോകാനാണ് ഉദ്ദേശിക്കണത്. കൂടാതെ നമ്മളൊരു ഇക്കം കൂടി ഉണ്ട് തൃശ്ശൂരുള്ള. ആ പുള്ളി അവിടെ നിന്ന് ഇങ്ങോട്ട് ചവിട്ടാന്ന് പറഞ്ഞേക്കണം. എന്തെങ്കിലും ഒരുമിച്ചിട്ട് അങ്ങോട്ട് ചവിട്ടാന്നുള്ള പ്ലാനൊക്കെ ആണ്. എന്താണെന്ന് അറിയില്ല. എന്തായാലും പോയോട്ടെ. ശരിക്കും ട്രാക്ക് പോവാ. ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ലെഫ്റ്റിക്ക് ട്രാക്ക് ഉണ്ട് ഓൾറെഡി. ഇതൊക്കെ പണിഞ്ഞ് നടക്കേണ്ട സ്ഥലങ്ങളാണ്. ഇവിടുന്ന് അടുത്ത ഇതുപോലെ തന്നെ കവാടം കടന്നു കഴിഞ്ഞാൽ നമുക്ക് സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ എന്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി നേരത്തെ ഇവിടെ നായ്ക്കളുണ്ടാവും. അപ്പോൾ അവരെ നോക്കണം. നാട്ടിലത്തെ പോലെ തന്നെ ഇവിടെ ഇങ്ങനത്തെ ഭാഗങ്ങളിൽ നായ്ക്കളുണ്ടാവും. ഒരു പേരൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കുറച്ച് നിൽക്കും. ഇന്നിപ്പോൾ ഇവിടെ ആരെയും കണ്ടില്ല, അല്ലെങ്കിൽ ഈ ഭാഗത്തൊക്കെ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ കറങ്ങിയിട്ട് കണ്ടോ, ഈ പാലത്തിൻ്റെ അടിയിലേക്ക് പോയിട്ട് ആ പാലത്തിൻ്റെ അടിയിൽ കൂടെ കടന്നു കഴിഞ്ഞാൽ നമ്മുടെ ട്രാക്ക് സ്റ്റാർട്ടാവും. കയറി ഇവിടുന്ന് ഇത് എങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ലൈറ്റുകൾ ഇങ്ങനെ കാണാം. അത് നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെല്ലാ വീഡിയോസും പോലെ ഇതിനൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും ഒരു വർഷമായിട്ട് നമ്മളെ പെട്ടിയിലിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. പെട്ടിയിൽ ഉദ്ദേശിച്ചത് നമ്മുടെ ഗോപ്രോയിലിരിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം 31-ാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2024 31-ാം തീയതി ഷൂട്ട് ചെയ്ത വീഡിയോ, 31-ാം തീയതി 1-ാം തീയതി കൂടി ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് ഞാൻ ഈ 2025 ഡിസംബർ 31-ാം തീയതി പോസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ വീഡിയോയ്ക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത കൊല്ലം വിടുക. എൻ്റെ കൂട്ടുകാരന്മാർ അത് പറഞ്ഞ് കളിയാക്കാറുണ്ട്. അങ്ങനെ കളിയാക്കുന്ന കൂട്ടുകാരന്മാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, എൻ്റെ വീഡിയോസ് ഞാൻ പതുക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളത് കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കണം. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ട്രാക്ക് എന്ന് പറഞ്ഞാൽ ഖത്തറിലെ മനോഹരമായ ട്രാക്കാട്ടോ. സനയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ട്രാക്കാണ് ഇത്. ദോഹ പോർട്ട് വരെ പോകുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് തുടർന്ന് പോകുന്നുണ്ടെന്ന് തന്നെ തോന്നണം. ഞാൻ ഫുള്ളായിട്ട് ചവിട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് തുടർന്ന് കാണാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. വീണ്ടും പറയുകയാണ്, നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് തുടർന്ന് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. വീഡിയോ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വ്യൂവേഴ്സ് ഭയങ്കര കുറവാണ്. നമ്മളറിയുന്നവർ പോലും നമുക്ക് ഒരു വ്യൂ തരുന്നില്ല, അതുപോലെ ലൈക്ക് ചെയ്യുന്നില്ല, കമൻറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ചെയ്ത് നിങ്ങൾക്കും നല്ലത്, നമുക്കും നല്ലത്, എല്ലാവർക്കും നല്ലത്. ഓക്കെ, പൊളിക്ക് കമൻ്റൊക്കെ ചെയ്യുന്നത് എന്തുട്ട് നോക്കാറില്ല, പൊളിക്കങ്ങോട്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് വെറുതെ അല്ല, ഭയങ്കര രസകരമായ ഒരു ട്രാക്ക് തന്നെ കേട്ടോ. രാത്രി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി ഭയങ്കര രസമുള്ളൊരു ട്രാക്കാണ്. നിങ്ങളിപ്പോൾ ഈ കാണുന്നതുണ്ടല്ലോ, ഇതൊരു ചതുരം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ റോഡിൻ്റെ അടിഭാഗമായിട്ട് ഈ കാണുന്നത്. മേലക്കോട്ട് റോഡ് പോകുന്നുണ്ട്. അപ്പോൾ തുരങ്കങ്ങൾ ഇങ്ങനെ കുറേ ഇഷ്ടം പോലെ തുരങ്കങ്ങളുണ്ട് കേട്ടോ.
അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ അതിൻ്റെ ഒരു ഭംഗി തന്നെ കണ്ടോ, എന്ത് രസമാണെന്ന് നോക്കിയേ, അടിപൊളി കേട്ടോ. ഖത്തറിലെ ചവിട്ടിയുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം ഇതിനെ കുറിച്ചിട്ടാ. പിന്നെ ഇതിൽ കൂടെ സ്കേറ്റിംഗ് ഷൂസ് പിന്നെ ഓടുന്നവർ നടക്കുന്നവരൊക്കെ വരാറുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞത് സൈക്ലിങ്ങിനും സ്കേറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ട്രാക്കാണ്. ഈ കാണുന്ന മൈൽസ് ഉണ്ടല്ലോ ഈ കുറ്റികൾ, അത് നമുക്ക് ഇടിച്ച് ചിലർ സൈക്കിളിനൊക്കെ തെറിക്കാറുണ്ട്. അത്ര സ്പീഡിലാട്ടോ അതിലെ വരാം. അതായത് നമ്മളിങ്ങനെ സൈക്ലിങ് പോകുമ്പോൾ പ്രതിഷേധം വരുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ കറക്റ്റായിട്ട് മാറി കൊടുക്കുക. നമ്മൾ ഈ ട്രാക്കിൽ ചവിട്ടുന്ന സമയത്ത് റൈറ്റ് സൈഡ് കീപ്പ് ചെയ്തിട്ട് തന്നെ ചവിട്ടിക്കൊള്ളണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റില്ല രാത്രി ടൈമിൽ സൈക്കിള് എതിർദിശയിൽ നിന്ന് വരുന്നത് എത്ര സ്പീഡിലാന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇടിച്ച് തകർത്ത് കളയും. അത് എനിക്ക് പറഞ്ഞത് ഫൈസൽക്കാണ് എനിക്ക് ഈ ട്രാക്ക് പരിചയപ്പെടുത്തി തന്നത്. പിന്നെ ഫൈസൽ ഖാനെ കുറിച്ച് പറയുന്നത് മൂപ്പര് ഗുരുവായൂരാണ് സ്ഥലം വരുന്നത്. ഞങ്ങൾ പരിചയപ്പെടുന്നത് ഖത്തറിൽ വെച്ചിട്ടാണ്. ഞാനിപ്പോൾ ഈ ചവിട്ടി വരുന്ന അപ്ലാൻ്റെ സൈക്കിൾ എടുത്തത് ഫൈസൽ ഖാൻ കേട്ടോ കാരണക്കാരൻ. ഫൈസൽ ഖാനെ കുറിച്ചിട്ട് വേറൊരു വീഡിയോ പറയാം. ഇപ്പൊ ഞാൻ കാണാൻ പോകുന്നത് സുഹാദ് ഖാനാണ്. സുഹാദ് ഖാനെ പരിചയപ്പെടുന്നത് ഖത്തറിൽ വെച്ചിട്ടാണ്. എന്താ റബ്ബർ ഇതായില്ലേ, ഇതെങ്ങനെ മീറ്ററിന്റെ ഇത് കിട്ടണ്ട? മീറ്ററിന്റെ ബാറ്ററി ഉണ്ടാവില്ല, ബാറ്ററിയുടെ ചാൻസ് കുറച്ച് കൂടുതൽ. ഈ സുഹാദ് ഖാനെ പരിചയപ്പെട്ടത് ഞാൻ ഖത്തറിൽ വെച്ചിട്ടാണ് കേട്ടോ. അതും ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ആണ്. മൂപ്പരായിട്ട് ഞാൻ 200 റൈഡൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ന്യൂ ഇയറിൻ്റെ തലേദിവസം അതുപോലെ റൈഡ് പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ മൂപ്പര് പുതിയ സൈക്കിൾ ഒരെണ്ണം സെക്കൻഡ് ഹാൻഡ് എടുത്തതാണ്. അത് ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് കൊടുത്തല്ല നാട്ടിൽ കൊണ്ടുപോയി. ജാവാട് സൈക്കിൾ എടുത്തിട്ടുണ്ടായിരുന്നു, അത് മൂപ്പര് നാട്ടിൽ കൊണ്ടുപോയി. 974 സ്റ്റേഡിയം ഇവിടെ നിന്ന് കളി കാണാൻ നല്ല ഭയം കിട്ടിയില്ല. ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോവാ. ഖത്തറിൽ നടന്ന ഫിഫ വേൾഡ് കപ്പിന് ശേഷമാണ് കേട്ടോ ഞാൻ ഖത്തറിൽ കാലുകുത്തുന്നത്. ഞാൻ ഖത്തറിൽ കാലുകുത്തിയോട് ഖത്തർ നശിച്ചൊന്നുമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖത്തറിലെ ജോലി സാധ്യത ഒക്കെ പോയി തുടങ്ങി. ഞാനങ്ങനെ 2 കൊല്ലം ഖത്തറിലുണ്ടായിരുന്നു. ഞങ്ങൾ അവിടുന്ന് ചെറുതായിട്ട് ലഘുഭക്ഷണം കഴിച്ചു കേട്ടോ. ഞാൻ അവിടെ വീഡിയോ എടുത്തില്ല. ചെറിയൊരു ഷവർമൊക്കെ കഴിച്ച് ഞങ്ങൾ കോർണിഷ് പോയിട്ട് തിരിച്ച് വരണം എന്ന് വിചാരിക്കുന്നത്. കോർണിഷിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ തൊട്ട് ഇവിടെ വരെ ഈ ട്രാക്ക് തന്നെയാണ്. റോട്ടിൽ കൂടെ വണ്ടികൾ പോകണുണ്ടോ? പിന്നെ അങ്ങനോട്ടെ. അപ്പൊ ശരി, ഞാൻ ശരിട്ടാ. ഓക്കെ, ഞാൻ ഉണ്ടാവും അവിടെ. അവിടെ ഉണ്ടാവട്ടെ, ഞാൻ വിളിക്കാം അടുത്തുമ്പോ. ഓക്കെ എന്നാ വിട്ടോ. ഞാൻ ഇപ്പൊ കോർണിഷ് പിടിക്കട്ടെ. അവിടെ ഷിപ്പിന്റെ അടുത്തെത്തൂലേ? അങ്ങനെ പോകാൻ പറ്റില്ലേ? ഓക്കെ. ഈ ആപ്പില് ചാടോ? സിഗ്നല് റെഡാണ്, റെഡ്. കടക്കണ റെഡിലാണ് കടന്നു പോണ കേട്ടാ. റെഡിലാണ് കടന്നു പോണ. സുഹാദ് ശരിക്കും ഈ സിഗ്നൽ വരെ എൻ്റെ കൂടെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞത്. പിന്നെ മുപ്പത് രണ്ടു പറഞ്ഞു വന്നാൽ ഞാൻ കോർണിഷ് വരാം, നമുക്ക് അവിടെ നിന്ന് പിരിയാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കോർണിഷിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. കോർണിഷിൽ നിന്ന് മുപ്പത് പിന്നെ റൂമിലേക്ക് പോകാൻ അവിടെ ഷോർട്ട് കട്ട് ഉണ്ട്. അപ്പോൾ അതിൽ കൂടെ കയറി പോയിക്കൊണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ കോർണിഷ് വഴിക്ക് ഇങ്ങനെ കോർണിഷിൻ്റെ കാഴ്ചകളും കണ്ട് ഇങ്ങനെ പോകാൻ കേട്ടോ. അങ്ങനെ നമ്മൾ കോർണിഷിലേക്ക് പോകണം. ഈ ഭാഗത്ത് പോകും.
വീണ്ടും നമ്മൾ ട്രാക്ക് പിടിച്ചു. അവസാനം നമ്മളെ കൂട്ട ഫ്ലാഗിന്റെ അടിയിൽ എത്തിയിട്ടാ. അപ്പൊ അവിടെ നിന്ന് പിരിയാന്ന് പറഞ്ഞേക്കണേ. പിന്നെ അവിടെ നിന്ന് ഒറ്റയ്ക്ക് പോണത് ലുസൈൽ പോളി ഹോട്ടലിൽ വെടിക്കെട്ട് അടക്കണം എന്നിട്ട് നേരെ അങ്ങോട്ടാട്ടാ. ഞാൻ ആദ്യമായിട്ടാണ് ലുസൈലിക്ക് സൈക്കിൾ ഓട്ടി പോണത്. വഴി തെറ്റുന്നുള്ളത് 100% എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ ഖത്തറിൽ വന്നിട്ട് അങ്ങനെ വല്ലാണ്ട് പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ല, വണ്ടികളിൽ മാത്രം പോയിട്ടുള്ളൂ. എന്നീ പറയുന്ന സ്ഥലത്തൊക്കെ ഞാൻ ഡെയിലി പോണതാണ്. എൻ്റെ ഡെലിവറി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഡെയിലി പോണതാണ്. പക്ഷെ എനിക്ക് റൂട്ടൊന്നും എനിക്ക് പിടുത്തം കിട്ടില്ല, പ്രത്യേകിച്ച് രാത്രിയിൽ ഒരു പിടുത്തം ഉണ്ടാവില്ല. അപ്പം എന്തായാലും വഴി തെറ്റുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ലുസൈലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാനൊക്കെ മാറി. അടുത്ത നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ ലുസൈൽ പിടിക്കലാണ്. ലുസൈൽ പിടിക്കുന്ന വെച്ചാൽ ആരോടും വഴി ചോദിക്കണം. വഴി ചോദിക്കാൻ ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് ട്രാക്കിൽ കൂടെ ഇങ്ങനെ പിടിച്ച് പോകുമ്പോഴാണ് എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഈ ബൈക്കിൽ 2 ആൾക്കാർ പോകും. വേറെ ആരും ഇല്ല, 2 കമിതാക്കളായിരുന്നു. അവരെടുത്താൽ ചോദിക്കാനും പറ്റില്ല, കാരണം അവരേത് ഭാഷക്കാരെന്ന് എനിക്ക് അറിയാൻ കൂടിയില്ല. അങ്ങനെ അവരെ ഓവർടേക്ക് ചെയ്തിട്ട് ഫ്രണ്ടിൽ സൈക്കിൾ ടീം കൊണ്ടായിരുന്നു. അപ്പോൾ അവരെ ബാക്കിൽ പിടിച്ചപ്പോൾ അതിലൊരു അണ്ണനുണ്ട്, പിന്നെ ഒരു 3-4 ഫിലിപ്പീൻസും ഉണ്ട്. അപ്പോൾ ഒരു ആശ്വാസമായി. പിന്നെ അവർ പറഞ്ഞ് ലുസൈലിക്കല്ലേ ഞങ്ങളെ കൂടെ പോരെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല, അവരെ കൂടെ എന്നെ പിടിച്ചു ലുസൈൽ വരെ. പിന്നെ ലുസൈലിൽ പോകണോണ്ട് കുഴപ്പമില്ല, എനിക്ക് തിരിച്ചു വരാൻ നമ്മുടെ ഫ്രണ്ട് വണ്ടി ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സന്തോഷത്തിലാണ് അങ്ങോട്ട് ചോദിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ലുസൈൽ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് എൻ്റെ സ്ഥലം വരെ എത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ദൂരമുണ്ട്. അപ്പോൾ തിരിച്ചിങ്ങോട്ട് അവനായിട്ട് വരാമെന്നുള്ള പ്ലാനിലൊക്കെയാണ് നമ്മൾ വെടിക്കെട്ട് കാണാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ഭാഗത്തുനിന്ന് നന്നായി കാണാനുണ്ട്. ഇവിടെ വന്ന് സൈക്കിളൊക്കെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. 22 minutes to go. ലുസൈലിൽ പോളി ഹോട്ടലാണ് നമ്മളുള്ളത്. ഡ്രോണ് മേലൊക്കെ പൊന്തിയിട്ടുള്ളതാണ്, ഇത് കാണില്ല കേട്ടോ. എന്തായാലും 2 മിനിറ്റിനുള്ളിൽ സാധനം ഓപ്പൺ ആവും. തലയിഞ്ഞു ഫയർ വർക്ക്സ് തുടങ്ങി. ഹാപ്പി ന്യൂ ഇയർ. വെടിക്കെട്ടും കഴിഞ്ഞ ആൾക്കാരൊക്കെ പോയിട്ടാ. പക്ഷെ കൂട്ടുകാരൻ ലൊക്കേഷൻ അയച്ചിരുന്നു, ഫോൺ സ്വിച്ച് ഓഫായി, പവർ ബാങ്കിൻ്റെ ചാർജ് കഴിഞ്ഞു, അങ്ങനെ കുറേ സീനുകളൊക്കെ ആയി. ഗോപ്രോ മാത്രം വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടു. കാരണം കൂട്ടുകാരനെ കിട്ടാൻ രക്ഷയില്ല. ഞാൻ കിടന്ന് വട്ടം കറ. എനിക്ക് ഇവിടുന്ന് വെച്ചാൽ പുറത്തിറങ്ങാൻ വഴി അറിയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടേക്ക് സൈക്കിളുമേൽ ആദ്യമായിട്ട് വന്നത്. കാറിലിങ്ങനെ അല്ലെങ്കിൽ ഡെലിവറി വണ്ടിയിൽ നമ്മൾ വരാറുണ്ടെന്നല്ലാണ്ട് എനിക്ക് ഈ റൂട്ടൊന്നും അറിയില്ല. അങ്ങനെ തിരിഞ്ഞ് ഞാനൊരു മലയാളി ഷോപ്പിൻ്റെ അടുത്തെത്തി. ആ മലയാളി ഷോപ്പിൻ്റെ അടുത്തിട്ട് അവരെനിക്ക് ട്രാക്ക് പറഞ്ഞു തന്നെ. ആ ട്രാക്ക് പിടിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 31-ാം തീയതി രാത്രി ഇറങ്ങി ഞാൻ 1-ാം തീയതി പുലർച്ചെ അല്ല, രാവിലെ വരെ സൈക്കിളോട്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2025 സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം. ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. പക്ഷേ ഒരു ലൂപ്പിൽ വിട്ട പോലെ ലുസൈലിൽ കിടന്ന് ഇങ്ങനെ കറങ്ങിയിരുന്നു കേട്ടോ. ഇവർക്ക് റൂട്ട് പറയുന്നുണ്ട്, ആ റൂട്ട് പിടിച്ച് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ ഈ കടയിൽ കുറച്ച് നേരം നിന്നു, കുറച്ച് നേരം ഫോണൊക്കെ ചാർജ് ചെയ്തിട്ട് ഒന്ന് പോകണം കേട്ടോ.
ഖത്തറിലൊന്ന് കറങ്ങണം സൈക്കിൾ. അത് സാധിച്ചത് 2025 ജനുവരി 1-ാം തീയതി. പണിയും പോയി, ഇന്നത്തെ എല്ലാം പോയി. എന്നാലും എന്താ എന്നിട്ട് ഇവിടം വരെ വന്ന് ഒരു ഭാഗം മൊത്തം കവറായി. ഞാൻ സ്ഥിരമായിട്ട് ഡെലിവറിക്ക് വരുന്ന സ്ഥലങ്ങളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ലുസൈലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറക്കാൻ പോലീസുകാരോട് വരെ വഴി വെച്ചിട്ടാ, ഉറങ്ങിക്കിടക്കുന്ന പോലീസുകാരെ വിളിച്ചെണിപ്പിച്ചിട്ട് വഴി വെച്ചിട്ടൊക്കെയാണ് ഞാനിവിടെ എത്തിയത് തന്നെ. അങ്ങനെ നമുക്ക് വെക്കുന്നത് ഖത്താറയുടെ അവിടെ കേട്ടോ, ഖത്തറിലെ ഖത്താറ. ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള വെടിക്കെട്ടിൻ്റെ ഒരു രംഗം നമ്മുടെ ചാനലിൽ എടുക്കുന്നുണ്ട്, ഒരു പെരുന്നാളുമായിട്ട്. അതിൻ്റെ വീഡിയോ നിങ്ങളൊന്ന് കാണണം, നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് വരാം. പുലർച്ചെ 4 മണിയായിട്ടുണ്ട് കേട്ടോ ഏകദേശം ഞാൻ അവിടെ എത്തുമ്പോൾ. ഇന്നെൻ്റെ ഡ്യൂട്ടി മിസ്സിങ് ആണ്. ഡ്യൂട്ടിക്ക് എനിക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ അവസാനം എനിക്ക് പണി കിട്ടുകയും ചെയ്തിട്ടാ. അതെന്താന്നുള്ളത് നിങ്ങൾക്ക് അവസാനം കാണാം. ആ സമയത്ത് നമ്മളെ കൂടെ ആ ഫിലിപ്പീൻസും ടീമും പിന്നെ നമ്മുടെ ഒരു അണ്ണനും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ലുസൈലിലേക്ക് എത്തിയത്. പക്ഷെ തിരിച്ചു വരുന്ന സമയത്ത് നമ്മളൊരു ഫ്രണ്ട് നമ്മളെ പിക്ക് ചെയ്യാറുണ്ടായിരുന്നു. ലൊക്കേഷൻ അയച്ചിട്ട് ഞാൻ ആ ലൊക്കേഷനിൽ എത്തിയില്ല, എൻ്റെ ഫോൺ ഓഫ് ആവുകയും ചെയ്തു. അതോടുകൂടി ഞാൻ ബ്ലോക്കായി ഇവിടെ. അതാണ് ഇന്നത്തെ അതിഗംഭീരമായിട്ടുള്ള സ്റ്റോറി. അപ്പോൾ നമ്മൾ ശരിക്കും പെട്ടു ഇന്നത്തെ ദിവസം. ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ നോക്കി വരാണ്. എപ്പോഴാണ് അവിടെ എത്താന്ന് അറിയില്ല. ഫുള്ള് താഴ്വാന, എന്തേ പറ്റൂ. അടുത്ത ട്രാക്ക് പിടിക്കണം. കുറേ ബൈക്ക് ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട്. അവിടെ ഇവിടെ ഒക്കെ കാണുന്നുണ്ട്. ചിലർ സാധനം കൊണ്ട് നശിപ്പിക്കാന്നുണ്ട്. അവിടെ ഇവിടെ ഒക്കെ കിടക്കുന്നുണ്ടായിരുന്നു. ഓർമ്മ ഉറങ്ങിയില്ല, ആരുമില്ല. അവിടുന്ന് ഒരു 5 മണിയായപ്പോഴത്തേക്കും നമ്മൾ റഫീഖ് മുദീർ വിളിച്ചിട്ട് പറഞ്ഞു ഡ്യൂട്ടിക്ക് കയറണം, ഡ്യൂട്ടിക്ക് ആളുണ്ടാവില്ല, മസ്റ്റായിട്ടും ഡ്യൂട്ടിക്ക് കയറണം എന്ന് പറഞ്ഞു. പെട്ടില്ലേ ഉറക്കൊഴിച്ചിട്ടുള്ള ഡ്യൂട്ടി ഒന്ന് ആലോചിച്ച് നോക്കിയേ. രാത്രി ഫുള്ള് ഉറക്കൊഴിച്ചത് സൈക്കിൾ ഓട്ടി. പിറ്റേ ദിവസം ഞാൻ ഡ്യൂട്ടിക്ക് കയറണം. ജനുവരി 1-ാം തീയതി 2025 ഞാൻ ഡ്യൂട്ടിക്ക് കയറണം രാവിലെ. അപ്പോൾ സൈക്കിൾ സേഫായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ കോർണിഷിൽ നമ്മൾ ആദ്യം താമസിച്ചിരുന്ന ഇക്കാരെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ സൈക്കിൾ അവിടെ കൊണ്ടുവച്ചിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോകും. അപ്പോൾ നമ്മുടെ പരിപാടി ഇതോടുകൂടി ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി 1.5 യാത്രയായിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല. ഉറക്കത്തിൻ്റെ ഒരു മൂഡ് അത് വല്ലാത്തൊരു മൂഡ് തന്നെയാണ് ശരിക്കും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അത്ര തന്നെയുള്ള എൻ്റെ 2025 യാത്ര ഇവിടുന്ന് തുടങ്ങി.